ഞങ്ങളുടെ ഫൗണ്ടർ ചെയർമാൻ ആർ പ്രേംകുമാർ സർ. അദ്ദേഹത്തിന് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇവന്റ് ഞങ്ങൾ ഇവിടെ ഇത് ആരംഭിക്കുന്നത്. കാരണം ഞങ്ങൾക്കറിയാം ചെയർമാനും നിങ്ങളുടെ എല്ലാവരുടെയും ആവേശവുമായ ഏതൊരു മനുഷ്യനെയും നിസ്സഹായാവസ്ഥയെയും ഏതൊരു മനുഷ്യനെയും സഹായിക്കാനുള്ള വലിയ മനസ്സുകൊണ്ട് പാട്ട് കേട്ട് പാട്ട് പഠിക്കാൻ വേണ്ടി മാത്രം രാഗം തിയേറ്ററിൽ 80 പൈസ ടിക്കറ്റ്. ഞാൻ എൻ്റെ സ്വന്തം രാഗം തിയേറ്ററിൽ സിനിമ കാണാൻ പോവുകയാണ്. എൻ്റെ സ്വന്തം രാഗം തിയേറ്ററിൽ. ഇന്ന് രാവിലെ നമ്മൾ റോഡ് ഷോ തുടങ്ങിയപ്പോൾ എനിക്ക് ചെറിയ വിഷമമായി. എന്താണെന്ന് വെച്ചാൽ നല്ല വെയിൽ, അതിൽ കൂടി സൈഡിൽ നടന്നു വരുമ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ കളറിലേയും ചോദിച്ചു. അപ്പോൾ മൂർത്തി പറഞ്ഞതിൻ്റെ അടുത്ത് BLM പറഞ്ഞ ഈ 3 അക്ഷരത്തിൻ്റെ മന്ത്രം ചൊല്ലുമ്പോൾ ഒരു തളർച്ചയും ഉണ്ടാവുക, എല്ലാവർക്കും അവരുടെ ഉന്മേഷം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇന്ന് BLM എന്ന മഹാപ്രസ്ഥാനം ഇന്ത്യ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു സഹകരണ സംഘമാണ്. അതിൻ്റെ വിജയം നിങ്ങളാണ്, അതിൽ ഒരു സംശയമില്ല. ഈ രാഗം തിയേറ്റർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തൃശ്ശൂർ ജനങ്ങളെ ഒട്ടേറെ ഒരു വലിയ സംഭവമാക്കി മാറ്റിയ ഒരു പ്രസ്ഥാനമാണ്. അങ്ങനത്തെ ഒരു തിയേറ്റർ ഒരു ഒന്നുമില്ലാത്ത രീതിയിലായിപ്പോവോ എന്നൊരു ഘട്ടം വന്നപ്പോൾ അത് BLM എന്ന മഹാപ്രസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായി. രാഗം തിയേറ്ററിലോട്ട് കയറുകയാണ്. ബോക്സ് ഓഫീസ് നമ്മുടെ സ്വന്തം BLMൻ്റെ സ്വന്തം രാഗം തിയേറ്ററിലോട്ട് കടക്കുകയാണ്. പൂരങ്ങളുടെയും പുലികളുടെയും സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശത്തിമിർപ്പിലാണ് രാഗം തിയേറ്ററിൽ. BLMൻ്റെ സ്വന്തം രാഗം തിയേറ്ററിൽ ഇങ്ങനെ സ്റ്റെയറിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. 1974 ഇതിൻ്റെ ഫസ്റ്റ് ഇനോഗ്രേഷൻ കഴിഞ്ഞത്. നെല്ലി എന്ന സിനിമയാണ് ഇവിടെ ഓടിയത്. അന്ന് നസീർ സാറായിരുന്നു നായകനായിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിതപ്പോൾ രാഗം തിയേറ്ററിൽ നമ്മൾ BLM ആയതുകൊണ്ട് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് കയറാം. സീറ്റുണ്ടോ? ചേച്ചി ഇങ്ങോട്ട് വാ. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം രാഗം തിയേറ്ററിൽ ഓടിക്കുകയാണ്. ഇവിടെ ഒന്ന് അങ്ങോട്ട് പോയിക്കട്ടെ. எந்த ரூமுக்கு ஃபர்ஸ்ட் போகிறது ஒரு விதமான கன்ஃபியூஷனாக இருக்குது. இந்த ரூமுக்கா இந்த ரூமுக்கா? ரெண்டு தான் போடுங்க. என்னத்தில் சண்முக பிரியாவா கோகில பிரியாவா? ஹீரோயினா? ராகஞ்சி. சரி, ராகம் போய் சொல்கிறேன். இசை தெரிஞ்ச என்னையே இப்படி ஏமாத்திரியப்பா. പോവുകയാണ്. BLM രാഗത്തിൽ കൂടി യാത്ര ചെയ്യുകയാണ്. അവർ ചെയർമാൻ ആർ പ്രേംകുമാർ സാറിന് ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു അനുഭവം വലിയൊരു അനുഭൂതിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോരുത്തരും BLM കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ ശ്രമിക്കുന്നതാണ്. ഒരുപാട് നന്ദി 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 BLM ഫാമിലി. അന്നും ഇന്നും മലയാളി സിനിമ. പൂരക്കാഴ്ചയും പുലിക്കാഴ്ചയുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ.